Hello everyone, welcome to our video class section. Here I am discussing the chapter Biomolecules. Biomolecules എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബയോ എന്ന് പറഞ്ഞാൽ എന്താണ് ലിവിങ് ആണല്ലേ ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ കാണുന്ന മോളിക്യൂൾസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കെമിസ്ട്രി ബേസ് ആയിട്ടുള്ള നമുക്ക് കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് നമുക്കിതിനെ പറയാം നമുക്കറിയാം അതിന്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും അമിനോ ആസിഡ്സ് പ്രോട്ടീൻസ് അതിൻ്റെയൊക്കെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും കുറച്ച് കെമിക്കൽ ഫോർമുലാസ് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ ഒരു ചാപ്റ്ററാണ് എന്ത് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ചാപ്റ്റർ അപ്പോൾ കേട്ടോ അപ്പോൾ ഈ ബയോമോളിക്യൂൾസിന്റെ അനാലിസിസ് നടത്തിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ലിവിങ് ടിഷ്യൂവിൻ്റെ ഒരു പീസ് ഓഫ് ലിവിങ് ടിഷ്യൂവിനെ എടുത്തിട്ട് എന്ത് ചെയ്തു ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് മീഡിയത്തിൽ എടുത്തിട്ട് ഒരു മോട്ടാറിന്റെ സഹായത്തോടെ എന്താക്കി മാറ്റി അതിനെ പേസ്റ്റ് ആക്കി മാറ്റി ഓക്കെ എന്നിട്ട് അതിനെന്ത് ചെയ്തു അരിച്ചെടുത്തു അത് നമ്മുടെ കോട്ടൺ ഉപയോഗിച്ച് അരിച്ചെടുത്തു അപ്പോൾ ആ അരിച്ച് കിട്ടിയ മെറ്റീരിയൽ ഇല്ല ഫിൽട്രേറ്റ് ആ ഫിൽട്രേറ്റ് എന്തായിരുന്നു ആസിഡിൽ എന്തായിരുന്നു സോല്യൂബിൾ ആയിരുന്നു അതുപോലെ തന്നെ ആ റിട്ടേൺ ചെയ്ത മെറ്റീരിയൽ എന്തായിരുന്നു ആസിഡിൽ എന്തായിരുന്നു ഇൻസോല്യൂബിൾ ആയിരുന്നു അപ്പോൾ ഇവരുടെ ഈ ഒരു ഒറ്റ മെത്തേഡ് വഴി അവരെന്ത് ചെയ്തു ആസിഡിൽ സോല്യൂബിൾ ആണ് മെറ്റീരിയലും ലിവിങ് ടിഷ്യൂവിൽ തന്നെ ആസിഡിൽ സോല്യൂബിൾ ആണ് മെറ്റീരിയൽ ഏതാണെന്നും ആസിഡിൽ സോല്യൂബിൾ ആവാത്ത അല്ലെങ്കിൽ ഇൻസോല്യൂബിൾ ആവുന്ന മെറ്റീരിയൽ ഏതാണെന്നും കണ്ടെത്തി അപ്പോൾ ഈ ബയോമോളിക്യൂൾസിന്റെ റേഞ്ച് പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഡാൾട്ടൺ ക്യാപിറ്റൽ ഡി പിന്നെ സ്മോൾ ലെറ്റർ എ നോട്ട് ചെയ്യുക കേട്ടോ ഡാൾട്ടൺ എന്ന് വിളിക്കാം അപ്പോൾ ഇതിന്റെ മോളിക്കുലർ വെയിറ്റ് ഓരോ മെറ്റീരിയലിന്റെയും മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും അപ്പോൾ അതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മോളിക്യൂൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അത് മാക്രോ മോളിക്യൂൾ ആണോ മൈക്രോ മോളിക്യൂൾസ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ക്ലിയർ ആയോ അപ്പോൾ എവിടെ എടുത്തത് ഒരു ലിവിങ് ടിഷ്യൂവിന് എടുത്തിട്ട് മോർട്ടാറിന്റെ സഹായത്തോടെ അതിലെന്താ ഒഴിച്ചത് ട്രൈക്ലോറോ അസിറ്റിക് ആസിഡ് ഉപയോഗിച്ച് എന്ത് ചെയ്തു പേസ്റ്റ് ആക്കി എടുത്തു എന്നിട്ട് അതിനെന്ത് ചെയ്തു നമ്മൾ ഫിൽട്രേറ്റ് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ അതിനെ ഫിൽട്ടർ ചെയ്തെടുത്തപ്പോൾ ആസിഡിൽ സോല്യൂബിൾ ആയ മെറ്റീരിയൽ ഏതാണെന്നും ആസിഡിൽ ഇൻസോല്യൂബിൾ ആയ മെറ്റീരിയൽ ഏതാണെന്നും അവരെന്ത് ചെയ്തു സയന്റിസ്റ്റുകൾ കണ്ടെത്തി ഇനി ഇൻഓർഗാനിക് കോൺസ്റ്റൻസ് ഓഫ് ലിവിങ് ടിഷ്യൂ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് എന്തുണ്ട് ഇനോർഗാനിക് ആയിട്ടുള്ള കോൺസ്റ്റുവൻസ് ഉണ്ട് അപ്പോൾ ഇനോർഗാനിക് ആയിട്ടുള്ള കോൺസ്റ്റുവൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ് സോഡിയം പൊട്ടാസ്യം കാൽഷ്യം മാഗ്നീഷ്യം ക്ലോറൈഡ് കാർബണേറ്റ് ഫോസ്ഫേറ്റ് സൾഫേറ്റ് ഇത്രയുമാണ് എന്ത് നമ്മളുടെ ബോഡിയിൽ കാണുന്ന ഇൻഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഇൻഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 70 to 90% ഒരു സെല്ല് എടുക്കുകയാണെങ്കിൽ അതിൽ 70 to 90% എന്താവാം ഇൻഓർഗാനിക് മെറ്റീരിയൽ ആവാം ആ ഓരോ ഇൻഓർഗാനിക് മെറ്റീരിയലും നമ്മുടെ ബോഡിയിൽ അതിൻ്റെതായ എന്തുണ്ട് ഫങ്ഷൻസ് ഉണ്ട് നമുക്കറിയാം ഇപ്പോൾ മെസ്സേജ് ട്രാൻസ്ഫറിങ് ആണെങ്കിൽ സോഡിയം പൊട്ടാസ്യം പമ്പ് അല്ലേ ന്യൂറൽ കൺട്രോളിൻ്റെ പോർഷനിലൊക്കെ അപ്പോൾ ഓരോ ഇൻഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസിനും അതിൻ്റെതായ ഫങ്ഷൻസ് എവിടെയുണ്ട് നമ്മുടെ ലിവിങ് ടിഷ്യൂസിൽ ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് ബയോമോളിക്യൂൾസ് അല്ലേ ഈ ബയോമോളിക്യൂൾസ് നമുക്ക് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം എങ്ങനെ വയ്ക്കുക മൈക്രോ മോളിക്യൂൾസ് എന്നും അതുപോലെ തന്നെ മാക്രോ മോളിക്യൂൾസ് എന്നും മൈക്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും ചെറുതായിരിക്കും അല്ലേ മാക്രോ എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും അത് വലുതായിരിക്കും അപ്പോൾ മൈക്രോ മോളിക്യൂൾസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നത് വാട്ടർ ഗ്യാസസ് ഷുഗർ അമിനോ ആസിഡ്സ് പിന്നെ എന്താ പറയുക ന്യൂക്ലിയോടൈഡ്സ് അതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുക മൈക്രോ മോളിക്യൂൾ അല്ലേ അപ്പോൾ ഇതിൽ ഈ മൈക്രോ മോളിക്യൂൾസ് കൂടിച്ചേർന്ന മെറ്റീരിയലാണ് എന്തായിട്ട് ഫോം ചെയ്യുക മാക്രോ മോളിക്യൂൾസ് അല്ലേ അപ്പോൾ ഷുഗേഴ്സ് ഫോം കൂടിച്ചേർന്നുണ്ടെങ്കിൽ അത് കാർബോഹൈഡ്രേറ്റ് ആവാം പിന്നെ ലിപ്പിഡ്സ് ഫോം ചെയ്യാം പ്രോട്ടീൻസ് ന്യൂക്ലിക് ആസിഡ് അങ്ങനെ വലിയ ഫോം ചെയ്യുന്നതാണ് എന്ത് മാക്രോ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ രണ്ട് തരം വിളിച്ച് നമ്മൾ മൈക്രോ മോളിക്യൂൾസും അതുപോലെ തന്നെ മാക്രോ മോളിക്യൂൾസും നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോ മോളിക്യൂൾസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ആസിഡിൽ സോല്യൂബിൾ ആയിട്ടുള്ള അവരുടെ മോളിക്കുലർ വെയിറ്റ് 1000 ഡാൾട്ടണേക്കാളും കുറവായിട്ടുള്ള മെറ്റീരിയലാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ മൈക്രോ മോളിക്യൂൾസ് ക്ലിയർ ആയോ ആസിഡ് സോല്യൂബിൾ ആണ് മാത്രമല്ല അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് 1000 ഡാൾട്ടനേക്കാളും കുറവായ മെറ്റീരിയലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അതായത് ലോ മോളിക്കുലർ വെയിറ്റ് ഉള്ള മെറ്റീരിയലാണ് എന്ത് വിളിക്കുന്നത് മൈക്രോ മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത് ഇതിൽ കോമൺ ആയിട്ട് ഉൾപ്പെടുന്നത് നമ്മുടെ അമിനോ ആസിഡ് ഷുഗേഴ്സ് നൈട്രജൻ ബേസ് ന്യൂക്ലിയോടൈഡ്സ് ലിപ്പിഡ്സ് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ ടിഷ്യൂ ചാർട്ടിലേക്ക് കണ്ടതാണ് നമ്മൾ എന്തൊക്കെയാണ് മെറ്റീരിയൽ അതിൽ ഉൾപ്പെടുന്നുള്ളത് അപ്പോൾ നമുക്ക് ഓരോ മെറ്റീരിയലിനെയും പരിചയപ്പെടാം ആദ്യത്തെ നമ്മുടെ അമിനോ ആസിഡ് അല്ലെ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻസ് ഫോം ചെയ്യാനുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ഈ അമിനോ ആസിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട് സ്ട്രക്ചർ നോക്കിയൊക്കെ കാർബൺ ഉണ്ട് അല്ലെ സെൻട്രൽ ഒരു കാർബൺ ആറ്റം ഉണ്ട് പിന്നെ ഹൈഡ്രജൻ ഉണ്ട് നൈട്രജൻ ഉണ്ട് ഓക്സിജൻ ഉണ്ട് ഇത്രയും മെറ്റീരിയലുകൾ ഉണ്ട് നമ്മളുടെ അമിനോ ആസിഡ്സ് ഏതൊക്കെയുണ്ട് കാർബണും ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും അല്ലെ അപ്പോൾ ഇതിനെ അതിന്റെ ഒരു അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് എന്ത് വേണം ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഒരു കാർബോക്സിൽ ഗ്രൂപ്പും ഒരു സൈഡ് ചെയിനും അമിനോ ഗ്രൂപ്പും
കാർബോക്സിൽ ഗ്രൂപ്പും സൈഡ് ചെയിനും. ഓക്കെ, ഇപ്പൊ ഈ സൈഡ് ചെയിൻ മാറുന്നതനുസരിച്ചായിരിക്കും അമിനോ ആസിഡ്സിന് അതിന്റെ ആ യുണീക്നെസ് എന്ന് പറയില്ല, അമിനോ ആസിഡിന്റെ യുണീക്നെസ് അത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും, ആ ചെയിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ അമിനോ ആസിഡിന്റെ യുണീക്നെസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്ത് അമിനോ ഗ്രൂപ്പ് വേണം, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് വേണം, മാത്രമല്ല എന്ത് വേണം, ഒരു ആർ ചെയിൻ അല്ലെങ്കിൽ ആർ സൈഡ് ചെയിൻ ഗ്രൂപ്പും കൂടെ വേണം. അപ്പൊ ഈ ആർ ചെയിൻ ആണ് അതിന് എന്താണ് അതിന്റെ പൊസിഷൻ എന്താണെന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്, നമ്മളെ ആർ സൈഡ് ചെയിൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു നോക്കിയൊക്കെ കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ, ഇവിടെ ആറിന്റെ പൊസിഷനിലാണ് എച്ച് വന്നേക്കണം അല്ലെ. അപ്പൊ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്. ഏതാണ്? ഗ്ലൈസിൻ ആണ്. അവിടെ CH3 വന്നപ്പോൾ എന്തായി, അവിടെ എന്തായി, അത് അലനൈൻ. ഓക്കെ, അവിടെ CH2OH എത്ര വന്നപ്പോൾ എന്തായി, അത് സിറൈൻ ആയി അല്ലെ. അപ്പൊ ആർ ഗ്രൂപ്പിൽ വരുന്ന ചേഞ്ച് അനുസരിച്ച് അമിനോ ആസിഡ്സ് എന്താവും, ചേഞ്ച് ആവും. ഏറ്റവും സിംപ്ലസ്റ്റ് വൺ ടീച്ചർ പറഞ്ഞു ഏതാണ്, ഗ്ലൈസിൻ ആണെന്ന്. പിന്നെ CH3 വരികയാണെങ്കിൽ അത് അലൈനൈൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ CH2OH ആണെങ്കിൽ എന്ത് പറഞ്ഞു, സെറൈൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇതാണ് പറഞ്ഞത്, നമ്മുടെ കുറച്ച് കെമിസ്ട്രി ബേസ് ആയ ചാപ്റ്റർ ആണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മളുടെ ബയോമോളിക്യൂൾ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്മളുടെ അമിനോ ആസിഡ്സിനെ ഒരു സിറ്റർ അയോൺ അല്ലെങ്കിൽ അയണൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് സിറ്റർ അയോൺസ്, നമുക്കത് എന്താന്ന് നോക്കി നോക്കാം. അയണൈസേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് സിറ്റർ അയോൺസ് എന്ന് പറയുന്നത്, അതായത് വാട്ടറിലെ ഇൻ വാട്ടർ അമിനോ ആസിഡ്സ് അയണൈസ് ഇൻ ടു അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. വാട്ടറിലെ നമ്മൾ അമിനോ ആസിഡ്സ് അയണൈസ് ആയി മാറും. എങ്ങനെയൊക്കെ? അമിനോ ആണ്, അതുപോലെ തന്നെ കാർബോക്സിൽ ഗ്രൂപ്പ് ആയിട്ട് അല്ലേ. അത് എങ്ങനെ സംഭവിക്കുന്നത്? ബൈ ലോസിങ് അതിന്റെ ഒരു H+, ഒരു പ്രോട്ടോണെ കളഞ്ഞിട്ട് ബൈ ലോസിങ് 1H+ കാർബോക്സിൽ ഗ്രൂപ്പ് ആട്രിബ്യൂട്ട്സ് അസിഡിക് ക്യാരക്ടർ ടു അമിനോ ആസിഡ്. സിമിലർലി NH2 എന്ത് ചെയ്യും, ആ H+നെ സ്വീകരിക്കും. എന്നിട്ട് എന്ത് ഫീച്ചർ വരും, അതിന് ബേസിക് വരും. കാർബോക്സിലിന് H പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അസിഡിക് ആവും, NH2 സ്വീകരിച്ചിട്ട് എന്തായി മാറും, ഒരു ബേസിക് പ്രോപ്പർട്ടി ആവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അമിനോ ആസിഡ്സിന് എന്ത് കഴിവുണ്ട്, അസിഡിക് ആയിട്ടും അതുപോലെ തന്നെ ബേസിക് ആയിട്ടും നിൽക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ നിൽക്കാനുള്ള അമിനോ ആസിഡ്സിനെ കഴിവിനെ വിളിക്കുന്ന പേരാണ് സ്വിറ്റർ അയോൺസ്, അതല്ലെങ്കിൽ ഡൈപോളാർ അയോൺസ്, അതല്ലെങ്കിൽ ആംഫോട്ടറിക്. എന്തൊക്കെ പേര് പറഞ്ഞു? അമിനോ ആസിഡ്സിനെ സ്വിറ്റർ അയോണായിട്ട് നിൽക്കാനുള്ള കഴിവ് അല്ലെ, അതായത് ആസിഡും ബേസുമായി നിൽക്കാനുള്ള കഴിവ്, അതേ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സ്വിറ്റർ അയോൺ, ഡൈപോളാർ അയോൺ, അതല്ലെങ്കിൽ ആംഫോട്ടറിക് അയോൺസ്. ക്ലിയർ ആണോ? ആംഫോട്ടറിക്. ഓക്കെ, അപ്പോൾ അത് ആസിഡ് ബേസ് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഐസോമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയാണ് ഐസോമറൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ മിറർ ഇമേജ് എടുക്കുക അല്ലെ, അപ്പൊ ലെഫ്റ്റ് ഐസോമർ എന്താ പറയുക, നമുക്ക് L ഐസോമർ D ഐസോമർ എന്ന് പറയുന്നത് അല്ലെ, ലീവോ റൊട്ടേറ്ററിയും അതുപോലെ തന്നെ എന്താണ് L എന്ന് പറയുന്നത് ലീവോ റൊട്ടേറ്ററി, D എന്ന് പറയുന്നത് എന്താണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. തിരിച്ച് അതിന്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം ഗ്ലൂക്കോസും ഫ്രക്ടോസും അല്ലെ. നമ്മളത് ഗ്ലൂക്കോസിന് നേരെ മിറർ ഇമേജ് ആണ് എന്ത് വരിക, ഫ്രക്ടോസ് വരുന്നത്. അപ്പൊ അതുപോലെ നമ്മളെ ഈ അമിനോ ആസിഡ്സിനും എന്ത് ചെയ്യാനുള്ള എന്തിനുള്ള കഴിവുണ്ട്, ഐസോമറൈസേഷനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അമിനോ ആസിഡ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ബേസിക് അമിനോ ആസിഡ്സ്, ആസിഡിക് അമിനോ ആസിഡ്സ്, ന്യൂട്രൽ അമിനോ ആസിഡ്സ്. ബേസിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അമിനോ ഇപ്പം നമുക്കറിയാം ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു സൈഡ് ചെയിൻ ആയിരിക്കും അല്ലേ. ആ സൈഡ് ചെയിൻ്റെ അവിടെ ഒരു അമിനോ ഗ്രൂപ്പ് കൂടി വരികയാണെങ്കിൽ അതെന്തായി, ബേസിക് അമിനോ ആസിഡായി മാറി. ക്ലിയർ ആയോ? ബേസിക് അമിനോ ആസിഡായി മാറി. ഇനി പകരം ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് വരുന്നെങ്കിൽ അവിടെ എന്തുണ്ടായി, അവിടെ ആസിഡിക് അമിനോ ആസിഡായിട്ട് മാറി. ഓക്കെ, ഇനി രണ്ട് ബാലൻസ്, ഒരു കാർബോക്സിലും ഒരു അമിനോ ഗ്രൂപ്പ് ആണെങ്കിൽ അതെന്തായി, അവിടെ എന്ത് വരും, അത് ന്യൂട്രലാണ്. ക്ലിയർ ആയോ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാണ് അതിന്റെ ആ ഡയഗ്രം നമ്മൾ പറഞ്ഞു അല്ലേ, ഈ ഡയഗ്രം നമ്മൾ പറഞ്ഞു. ഈ ഡയഗ്രം നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ വരുന്നത് ഒരു NH2 തന്നെ വരുന്നത് വയ്ക്കുക അല്ലെ. ഇവിടെ ഒരു NH2 തന്നെ വരണമെങ്കിൽ അത് എന്തായി മാറിയത്, അത് ഒരു ബേസിക് ആയി മാറി അല്ലേ. അപ്പോൾ രണ്ട് NH2 ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് അല്ലേ, അപ്പോൾ അത് ബേസിക് ആയി മാറി. ബേസിക് അമിനോ ആസിഡ്സിന് എക്സാമ്പിൾ ആണ് ആർജിനിൻ, ലൈസിൻ, ഹിസ്റ്റഡിൻ. ഏതൊക്കെയാണ്? ആർജിനിൻ, ലൈസിൻ, ഹിസ്റ്റഡിൻ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ആസിഡിക് ഗ്രൂപ്പ് ആണ് വരുന്നെങ്കിൽ അത് എന്തായി, അത് ആസിഡിക് അമിനോ ആസിഡ്സ് ആയി. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ. ആസ്പാർട്ടിക് ആസിഡും അതുപോലെ തന്നെ ഗ്ലൂട്ടാമിക് ആസിഡും. ഇനി ഇതിങ്ങനെ ന്യൂട്രൽ ആയിട്ടാണ് വരുന്നെങ്കിൽ അവിടെ എന്തായി സംഭവിച്ചോടെ അല്ലെ, ഒരു കാർബോക്സിൽ ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു അമിനോ ഗ്രൂപ്പും. അപ്പോൾ അതാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ അലനൈൻ, സിറൈൻ, ഗ്ലൈസിൻ, വാലിൻ. നോക്കിയതാ ഈ മൂന്നൊക്കെ അലനൈൻ, സിറൈൻ, ഗ്ലൈസിൻ, വാലിൻ ഇതൊക്കെ എന്താണ്, ന്യൂട്രൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ. ടീച്ചർ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഡയഗ്രാം നോക്കി നോക്കുക ക്ലിയർ ആവും. ബേസ് എന്ന് പറഞ്ഞെങ്കിൽ രണ്ട് അമിനോ ഗ്രൂപ്പ് വരിക, കാർബോക്സിൽ ഗ്രൂപ്പ് രണ്ടെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായത്, അത് ആസിഡിക് ആയി മാറി. കാർബോക്സിൽ ഒരെണ്ണം എന്താ പറയുക അമിനോ ഗ്രൂപ്പ് ഒന്നാണെങ്കിൽ അതെന്തായി, അത് ന്യൂട്രൽ ആയി മാറി. ഓക്കെ,
ഇനി ഈ അമിനോ ആസിഡ്സിനെ അതിൻ്റെ പൊളാരിറ്റി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് എന്ത്, നോൺ പോളാർ അമിനോ ആസിഡ്സ്. ഓക്കെ, ഈ നോൺ പോളാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നോൺ പോളാർ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈഡ്രോഫോബിക് ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ, അവർ വാട്ടറിൽ എന്തായിരിക്കില്ല, വാട്ടറിൽ സോല്യൂബിൾ ആയിരിക്കില്ല. വാട്ടറിൽ ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ എന്താ, പേടിയല്ലേ. അപ്പൊ എന്താ, വാട്ടറിൽ സോല്യൂബിൾ ആവാത്തത് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. അതിൽ ആലിഫാറ്റിക് ഉണ്ട്, അതുപോലെ തന്നെ ആരോമാറ്റിക് ഉണ്ട്. ആലിഫാറ്റിക്കിലെ എക്സാമ്പിൾ ആണ് നോക്കി, ഗ്ലൈസിൻ, അലനൈൻ, ട്രോലിൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ. ആരോമാറ്റിക്കിലെ എക്സാമ്പിൾ വരുന്നത് ഫിനൈൽ അലനൈൻ, ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ. ഫിനൈൽ അലനൈൻ, ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ. ഇനി പോളാർ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ഈ പറഞ്ഞതിന്റെ നേരെ റിവേഴ്സ് അല്ലേ, അത് ഹൈഡ്രോഫിലിക് ആയിരിക്കും, അതായത് വാട്ടറിനോട് ലവിങ് ആയിരിക്കും. അതിൽ ആൽഫാറ്റിക്കിൽ വരുന്നത് ആസ്പാർഗിനിൻ, ഗ്ലൂട്ടാമിൻ, സിറൈൻ, ട്രിയോണിൻ, മെത്തിയോണിൻ, സിസ്റ്റീൻ. ഇനി ആരോമാറ്റിക് ആകുമ്പോൾ അവിടെ ആര് വരും, ആസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, ആർജിനിൻ, ലൈസിൻ, ഹിസ്റ്റീഡിൻ. ഓക്കെ, അപ്പോൾ പോളാർ അമിനോ ആസിഡ്സും അതുപോലെ തന്നെ നമ്മൾ എന്ത് വിളിച്ചു, നോൺ പോളാർ അമിനോ ആസിഡ്സും. ക്ലിയർ അല്ലേ? ഇനി എന്താ, പിന്നെ രണ്ട് തരത്തിൽ വേറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എസെൻഷ്യൽ അമിനോ ആസിഡ്സും അതുപോലെ തന്നെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും. അതായത് നമ്മുടെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് എസെൻഷ്യൽ ആണോ അതല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ ആണോ എന്ന് പറയുന്നത്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുക. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആർ ദോസ് വിച്ച് ആർ ടേക്കൺ ഫ്രം ഫുഡ്. നമുക്ക് ആ ഫുഡിൽ നിന്ന് കിട്ടുന്നതാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ അതിനെ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്നതാണോ, അല്ല, നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്, ത്രൂ ഫുഡിൽ നിന്നാണ് അല്ലെ. അപ്പൊ ബോഡി ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് എന്തായി, നോൺ എസെൻഷ്യലായി. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്, അവൻ ഫുഡിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, നമ്മുടെ ബോഡി ഉണ്ടാക്കുന്നതായിരിക്കും നോൺ എസെൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ എസെൻഷ്യലിന് എക്സാമ്പിൾ ഏതൊക്കെയാ, ആർജിനിൻ, ഹിസ്റ്റീഡിൻ, ഐസോല്യൂസിൻ, ല്യൂസിൻ, മെത്തിയോണിൻ, ഫിനൈൽ അലനൈൻ, ലൈസിൻ, വാലിൻ. ഇനി നോൺ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ എക്സാമ്പിൾ, ഗ്ലൈസിൻ, അലനൈൻ, സെറൈൻ, ആസ്പാർട്ടിക് ആസിഡ്, ആസ്പാർഗിൻ, സിസ്റ്റീൻ, ഗ്ലൂട്ടാമൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ട്രോലിൻ, ടൈറോസിൻ. അപ്പോൾ ഇതുമാണ് എന്ത്, നമ്മളുടെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. നമുക്കറിയാം, ഇനി വേറൊരു കാര്യമാണ്, ഒരു അഡീഷണൽ ആയിട്ട് പറയാന്നേ. നമുക്കറിയാം ഹീമിൽ, നമ്മളുടെ ഹീമോഗ്ലോബിൻ്റെ ഹീം, ആ ഹീം ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അമിനോ ആസിഡ് ആണ് ആര്, ഗ്ലൈസിൻ. ഗ്ലൈസിൻ ഈസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീം. ഓക്കെ, പിന്നെ നമുക്കറിയാം സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഏതൊക്കെയാ, മെത്തിയോണിൻ ആൻഡ് സിസ്റ്റീൻ ആണ് എന്ത്, സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മളുടെ സ്കിന്നിനൊക്കെ കളർ കൊടുക്കുന്ന മെലാനിൻ പിഗ്മെന്റ് ഇല്ലേ, മെലാനിൻ പിഗ്മെന്റ്, അതുപോലെ തന്നെ തൈറോക്സിൻ, ഹോർമോണുകൾ, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, അതൊക്കെ ഇല്ലേ, അതിനൊക്കെ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്, ടൈറോസിൻ എന്ന് വിളിക്കുന്നത്, ടൈറോസിൻ. സോ ടൈറോസിൻ തന്നെ ഹെൽപ്പ് ചെയ്യുക, ഫോർമേഷൻ ഓഫ് ഡോപ്പമൈൻ, മെലാനിൻ, ടൈറോക്സിൻ, അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഓരോ അമിനോ ആസിഡ്സിനും അതിൻ്റെതായ എന്തുണ്ട്, ഒരുപാട് ഫങ്ഷൻസ് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ട്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മളുടെ മൈക്രോ മോളിക്യൂളാണ് ഏത്, ലിപ്പിഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലിപ്പിഡ്സിലെ കുറേ ഗ്രൂപ്പുകളുണ്ട്, കുറേ ആളുകളുണ്ട് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബയോമോളിക്യൂളാണ്. അതുപോലെ തന്നെ അത് വാട്ടറിൽ എന്താണ്, ഇൻസോല്യൂബിൾ ആണ് വാട്ടറിൽ. പക്ഷെ സോല്യൂബിൾ ആവും എവിടെയാണ്, ക്ലോറോഫോമിലും ബെൻസീനിലും ഒക്കെ എന്താണ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത് സോല്യൂബിൾ ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ലിപ്പിഡ് എന്ന് പറയുന്നത് വാട്ടറിൽ മാത്രം എന്താണ് ഇൻസോല്യൂബിൾ ആയിട്ടുള്ളൂ, പക്ഷേ ക്ലോറോഫ്ലോമിലും ബെൻസീനിലൊക്കെ എന്താണ് സോല്യൂബിൾ ആണ്. അപ്പോൾ ഈ നമ്മളുടെ ലിപ്പിഡ് എന്ന് പറഞ്ഞ ഒരു മേജർ ഗ്രൂപ്പിലെ അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് ഏതൊക്കെ വരും, നമുക്ക് ഫാറ്റി ആസിഡ്സ്, ട്രൈഗ്ലിസറൈഡ്സ്, വാക്സ്, ഫോസ്ഫോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ്, സ്റ്റീറോയിഡ്, ടെർപെയിൻസ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മളുടെ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആളെ നോക്കി നോക്കാം, ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. പിക്ചർ ആദ്യം വെച്ച് കാണിച്ചു തരാം. ഫാറ്റി ആസിഡിന്റെ നോക്കി നോക്കിയാൽ ഇവിടെ പിക്ചർ കൊടുത്തേക്കുള്ളൂ കേട്ടോ. അതിന്റെ കെമിക്കൽ കമ്പോസിഷൻ കൊടുത്തിരിക്കണം. അപ്പൊ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലോങ് ഹൈഡ്രോ കാർബൺ ചെയിൻ അല്ലെ, ഒരു ലോങ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ചെയിനും അത് ടെർമിനലിൽ എന്തുണ്ട്, ഒരു കാർബോക്സിൽ ഗ്രൂപ്പും കൂടെ വരുന്നതാണ് എന്ത്, നമ്മളുടെ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് എന്താണ് നമ്മൾ പറയുന്നത്, ഫാറ്റി ആസിഡ് എന്ന് പറയണമെങ്കിൽ എന്താണ്, ലോങ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ചെയിനും അതുപോലെ തന്നെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പും വരുന്നതാണ് ഇത് നമ്മളുടെ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഐദർ സാച്ചുറേറ്റഡ് ആവാം അതല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആവാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫാറ്റി ആസിഡിനെ ഒറ്റ അതിൽ ഒരു ഡബിൾ ബോണ്ടേ കാണാനുള്ളൂ എങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്, മോണോ സാച്ചുറേറ്റഡ്. ഇപ്പോൾ നമ്മുടെ ഫാറ്റി ആസിഡിന്റെ അകത്ത് ഒന്നിലധികം ഡബിൾ ബോണ്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇതൊരു ഫാറ്റി ആസിഡ്സ് അല്ലേ, അപ്പൊ ഇതിൽ ഒന്നിലധികം ഡബിൾ ബോണ്ടുകൾ വരുന്നെങ്കിൽ അതെന്തായി, അത് പോളി അൺസാച്ചുറേറ്റഡ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, മോണോ അൺസാച്ചുറേറ്റഡും അതുപോലെ തന്നെ പോളി അൺസാച്ചുറേറ്റഡും. ഓക്കെ, ഫാറ്റി ആസിഡ്സ് രണ്ട് തരത്തിലുണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ സാച്ചുറേറ്റഡും അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡും. അതിൽ ഒറ്റ ഡബിൾ ബോണ്ട് ഉള്ളെങ്കിൽ മോണോ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു. ഈ നമ്മൾ എന്താ ഒന്നിലധികം ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിനെന്ത് വിളിച്ചു നമ്മൾ, പോളി അൺസാച്ചുറേറ്റഡ്. ക്ലിയർ ആണോ? ഇനി ന്യൂട്രൽ ഫാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂട്രൽ ഫാറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഗ്ലിസറോൾ ആണ് അല്ലെ. ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂട്രൽ ഫാറ്റ്സ് അതല്ലെങ്കിൽ ട്രൂ ഫാറ്റ്സ് എന്ന് വിളിക്കുന്നതാണ് എന്ത് നമ്മൾ ഗ്ലിസറോൾ എന്ന് പറയുന്നത്. അവിടെ എന്താണ്, അവിടെ നമുക്കറിയാം ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ കാണിച്ചു തരാം കേട്ടോ. ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ നോക്കി 3 OH ഗ്രൂപ്പ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് എന്ത് പറയുന്നത്, 3 ആൽക്കഹോൾ ഗ്രൂപ്പ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഏത് നമ്മളുടെ ഗ്ലിസറോൾ. 3 OH ഗ്രൂപ്പ് വന്നിട്ടുള്ള മെറ്റീരിയലാണ് എന്ത്, ഇത് എസ്റ്റേഴ്സ് ആണ് അല്ലേ. സോ ഗ്ലിസറോൾ എന്ന് പറയുന്നത് എസ്റ്റേഴ്സ് ഓഫ് 1 molecule ഓഫ് എൻ ആൽക്കഹോൾ. ഗ്ലിസറോൾ അല്ലേ, ഗ്ലിസറോൾ എന്ന് പറയുന്നത് എന്താണ്, എസ്റ്റേഴ്സ് ഓഫ് 1 molecule ഓഫ് എൻ ആൽക്കഹോൾ. അപ്പോൾ അതിന് 3 ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ജനറലി ലിക്വിഡ്, അതായത് റൂം ടെമ്പറേച്ചറിൽ സാധാരണ വെക്കുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ കാണാം, ജനറലി ഫാറ്റ് എന്ന് പറയുന്നത് ലിക്വിഡാണ് അല്ലേ. പക്ഷേ റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫാറ്റ്സ് ദാറ്റ് ആർ ജനറലി ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അങ്ങനെ റൂം നമുക്ക് വീട്ടിലറിയാം, നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ അല്ലേ, അത് സാധാരണ റൂം ടെമ്പറേച്ചറിൽ എങ്ങനെ ഇരിക്കുന്നത്, ആ ഓയിൽ അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ നിലനിൽക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ റൂം ടെമ്പറേച്ചർ നിലനിൽക്കുന്ന മെറ്റീരിയൽ നമ്മൾ വിളിക്കുന്ന പേരാണിത് ഓയിൽസ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഓയിൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്, മാത്രമല്ല അതിന് ലോ മെൽറ്റിംഗ് പോയിന്റ്. സോ ഓയിൽസ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡായിട്ട് നിൽക്കും. അതെങ്ങനെയാണ്, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ്, മാത്രമല്ല അതിന് എന്തും കൂടെ ഉണ്ട്, ലോ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ്സ്. ഓക്കെ, ലോ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ നമ്മൾ പറയുന്ന പോയിന്റുകളൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കി നോക്കുക, നമ്മുടെ പിക്ചർ വെച്ച് നോക്കി നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ CH3, CH2, ഇതെന്തായാലും 14 ഇതിൻ്റെ അല്ലേ, COH. ഇതാണ് നമ്മളുടെ നമ്മളുടെ ഫാറ്റി ആസിഡിൻ്റെ, അതായത് ഏത് ഫാറ്റി ആസിഡിൻ്റെ, പാമറ്റിക് ആസിഡ്. ഇവിടെ N കേട്ടാ, ജനറൽ സ്ട്രക്ചറിന് എങ്ങനെയാണ് CH3, CH2, ഇതിനൊക്കെ എന്താ പറയുക N ആണ് അവിടെ വരിക അല്ലെ, NCOH ആണ്. N എന്ന് പറയുന്നത് ജനറൽ സ്ട്രക്ചർ, അവിടെ 14 വരുമ്പോഴാണ് അത് എന്തായിട്ട് മാറിയത്, അത് പാമറ്റിക് ആസിഡായിട്ട് മാറിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂട്രൽ ഫാറ്റ്സ് പറഞ്ഞു. ഇനി നമുക്ക് എന്തെന്ന് പറയാനുള്ളത്, വാക്സ് അല്ലെ. വാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാക്സസ് ആർ ദ എസ്റ്റേഴ്സ് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് വിത്ത് ലോങ് ചെയിൻ ആൽക്കഹോൾ. ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ ലോങ് ചെയിൻ ആൽക്കഹോളും ചേർന്ന് കഴിഞ്ഞാൽ അത് എന്തായി മാറി, വാക്സ് ആയി മാറി. നമുക്ക് അറിയാവുന്ന എക്സാമ്പിളാണ് ബി വാക്സ് എന്ന് പറയുന്നത്. ബി വാക്സ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് എന്താണ്, പാമറ്റിക് ആസിഡും അതുപോലെ തന്നെ മിഥിൽ ആൽക്കഹോളിന്റെയും അതുപോലെ തന്നെ പാമറ്റിക് ആസിഡിന്റെയും കോമ്പിനേഷനാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ ബി വാക്സ് എന്ന് വിളിക്കുന്നത്. വാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസോല്യൂബിൾ ആണ് അല്ലേ. നമ്മുടെ ഇത് നമ്മുടെ ഹെയറിലെ കോട്ടിംഗ് ആയിട്ടും സ്കിന്നിലെ എൻമെയിൽസിലൊക്കെ കോട്ടിംഗ് ആയിട്ടൊക്കെ കാണാം. പിന്നെ ഫ്രൂട്ട്, സ്റ്റെം, പ്ലാന്റ്സിലൊക്കെ കോട്ടിംഗ് ആയിട്ട്, നമ്മുടെ ഫ്രൂട്ടിലും സ്റ്റെമ്മിലും ഒക്കെ എന്തായാലും കോട്ടിംഗ് ആയിട്ട് നമുക്ക് എന്ത് കാണാം, വാക്സിനെ കാണാം. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊട്ടക്ഷൻ ആണ് വാക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷൻ റെസിസ്റ്റന്റ് ചെയ്യുന്നുള്ളതും വാക്സിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി അടുത്ത ആളാരാണ്, നമ്മുടെ ഫോസ്ഫോലിപ്പിഡ്സ് ആണ് അല്ലെ. അപ്പോൾ ആ ഫോസ്ഫോലിപ്പിഡ്സിലെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അവിടെ എന്ത്, ലെസിത്തിൻ എന്ന് പറയുന്നത്. ലെസിത്തിൻ എന്ന് പറയുന്നത് കമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സോയാബീൻ സീഡിൽ നിന്നാണ് നമ്മൾ കമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫോസ്ഫോലിപ്പിഡിനുള്ള എക്സാമ്പിളുകളാണ് ആര്, ലെസിത്തിൻ. ലെസിത്തിൻ ഈസ് എ ഫോസ്ഫോലിപ്പിഡ്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ, എവിടെ നിന്നാണ്, സോയാബീൻ സീഡ്. ഓക്കെ, അതെന്ത് മാത്രമല്ല അത് ഒരു എമൾസിഫൈങ് ഏജന്റും കൂടിയാണ് ആര്, നമ്മളുടെ ലെസിത്തിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു മിക്സഡ് ട്രൈഗ്ലിസറൈഡ്സ് ആണ് എന്ത് വിളിക്കുന്നത്,
ഫോസ്ഫോലിപ്പിഡ്സ്. അപ്പൊ അവിടെ എന്ത് വേണം? ലിപ്പിഡ് ഉണ്ട്, അതിന്റെ കൂടെ എന്തും കൂടെ ഉണ്ടായിരിക്കും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ കാണാം. ഓൾറെഡി ലിപ്പിഡ്സ് ഉണ്ടല്ലോ, അതിന്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ചേർന്നത് എന്തായി? ഫോസ്ഫോലിപ്പിഡ്സ് ആയി. ഇനി അടുത്തത് എന്താണ്? ഗ്ലൈക്കോലിപ്പിഡ്സ്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അവിടെ എന്താ വരിക? അവിടെ ഷുഗർ കൂടെ ആഡ് ചെയ്യുക അല്ലെ. ഷുഗർ കൂടെ വരുന്നതാണ് എന്ത്? ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ലിപ്പിഡ്സിന്റെ കൂടെ എന്ത് വരിക? ഷുഗർ വരിക. അതുപോലെ തന്നെ അമിനോ ആൽക്കഹോൾ ഗ്രൂപ്പ് ഒക്കെ വരിക. അതെന്ന് പറയുന്നത് നമ്മുടെ മൈലിൻ ഷീറ്റ്, നെർവ് ഫൈബേഴ്സിന്റെ മേലൊക്കെയാണ് നമുക്ക് എന്ത് കാണാം? ഗ്ലൈക്കോലിപ്പിഡ്സിനെ കാണാനായിട്ട് സാധിക്കാം. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് സ്റ്റീറോയിഡ് ആണ്. സ്റ്റീറോയിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കുറെ ഹോർമോണുകൾ അല്ലെ, കൊളസ്ട്രോള്, എർഗസ്ട്രിയോള്, ബൈൽ സോൾട്ട്, വൈറ്റമിൻ ഡി, പിന്നെ ഫീമെയിൽ സെക്സ് ഹോർമോൺസ്, അതൊക്കെ എന്താണ്? അതൊക്കെ എന്താണ്? സ്റ്റീറോയിഡ് ഹോർമോണാണ്. സ്റ്റീറോയിഡ് റിച്ച് ആണ് അല്ലെ. അപ്പൊ സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവ്സ് ഓഫ് എന്തിന്റെ ഡെറിവേറ്റീവ് ആണ്? ഫിനാൻഡ്രിൻ എന്ന് പറഞ്ഞാൽ ഒരു 4 മെമ്പേർഡ് റിംഗ് കോമ്പൗണ്ട് ഉണ്ട്, ആ ഫിനാൻഡ്രിൻ. അതിന്റെ ഡെറിവേറ്റീവ് ആണ് എന്ന് പറയുന്നത് സ്റ്റീറോയിഡ്സ് എന്ന് പറയുന്നത്. സ്റ്റീറോയിഡ്സ് ആർ ദ ഡെറിവേറ്റീവ്സ് ഓഫ് 4 മെമ്പേർഡ് റിംഗ് കോമ്പൗണ്ട് കോൾഡ് ഫിനാൻഡ്രിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്റ്റീറോയിഡ് ഹോർമോൺസുകൾ നമ്മുടെ ബോഡിയിൽ ഒരുപാടുണ്ട്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിലുണ്ട് അല്ലെ. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കൊളസ്ട്രോൾ അല്ലെ. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അത് യൂസ്ഫുൾ ആയിട്ടുള്ള കൊളസ്ട്രോൾ ആണ്. നമ്മുടെ ബോഡി ഹീറ്റിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ബോഡിയുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുക, അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ സ്ട്രക്ചറൽ കമ്പോണന്റ് ആണ് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു സ്റ്റീറോയിഡ് പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ നമ്മളുടെ ടെർപീൻസ് ആണ്. ടെർപീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ടെർപീൻസ് പറയുന്നത് പ്ലാന്റ് പ്രൊഡക്റ്റ് അല്ലെ. ഇത് എന്താണ്? അപ്പൊ നമ്മൾ ടെർപീൻ അല്ലേ പറഞ്ഞത്. ടെർപീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെർപീൻ എന്ന് പറയുന്നത് ഐസോപ്രീൻ എന്ന് പറഞ്ഞ ഒരു 5 കാർബൺ കോമ്പൗണ്ട് ഉണ്ട്. ആ 5 കാർബൺ കോമ്പൗണ്ടിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത മെറ്റീരിയലാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ഐസോപ്രീൻ എന്ന് വിളിക്കുന്നത് അല്ലെ. ഈ ഐസോപ്രീൻ ഡെറിവേറ്റീവ് ആണ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ടെർപീൻ എന്ന് പറഞ്ഞു. നമ്മളെ ഈ ഐസോപ്രീൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് വൈറ്റമിൻ എ, കോഎൻസൈം ക്യൂ, അതുപോലെ തന്നെ കരോട്ടിനോയിഡ്സ് ഒക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐസോപ്രീൻ എന്ന് പറഞ്ഞ ഒരു 5 കാർബൺ കോമ്പൗണ്ടിൽ നിന്നും മാനുഫാക്ചർ ചെയ്യുന്നതാണ് ടെർപീൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലിപ്പിഡിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഫിഗർ നമ്മൾ നോക്കി, നമ്മൾ പാമറ്റിക് ആസിഡിൻ്റെ ഫിഗർ നമ്മൾ നോക്കി. അതുപോലെ തന്നെ ഗ്ലിസറോള്, ട്രൈഗ്ലിസറൈഡ്സ് നോക്കുക. പാമറ്റിക് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് വരുന്നുണ്ട്? നമുക്ക് അവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇങ്ങനെ വരിക. ഇനി കൊളസ്ട്രോൾ എന്ന് പറയുന്നത് സ്റ്റീറോയിഡ് ഗ്രൂപ്പിൽ പെടുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മോണോസാക്രൈഡ്സ് ആണ്. മോണോസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം CH2O ആണ് അതിൻ്റെ കെമിക്കൽ ഫോമിൽ വരുന്നത്. CH2O. അപ്പോൾ അവിടെ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അത് മാത്രമല്ല അവരെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് ആണ് നമ്മളെ മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ ഈ മോണോസാക്രൈഡ്സിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാനോസ്, ഗാലക്ടോസ്, റൈബോസ് നമുക്കറിയാം. നമ്മളുടെ അനിമൽ സെല്ലാണെങ്കിൽ നമുക്കറിയാം, പ്ലാന്റ് സെല്ലൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ATPയിൽ കാണുന്നത് അല്ലേ. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? DNA, RNA ഒക്കെ നമ്മൾ പറയും. അപ്പോൾ അവിടെ കാണുന്ന മെറ്റീരിയലാണ് ആ പെൻഡോസ് ഷുഗറാണ് എന്ത് വിളിക്കുന്നത്? നമ്മളുടെ റൈബോസ് എന്ന് വിളിക്കുന്നത് നമ്മളുടെ പെൻഡോസ് ഷുഗറാണ്. പെൻഡോസ് ഷുഗർ, ഹെക്സാ ഷുഗർ. പെൻഡോസ് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ 5 കാർബൺ. ഇനി ഹെക്സ എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ 6 കാർബൺ ഉള്ള മെറ്റീരിയലാണ് ഏതൊക്കെ? ഗ്ലൂക്കോസും, ഗാലക്ടോസും, മാനോസും, അതുപോലെ തന്നെ ഫ്രക്ടോസും ഒക്കെ എന്താണ്? 6 കാർബൺ ആയിട്ടുള്ള മോളിക്യൂളാണ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഡൈജഷന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് ഉണ്ട് അല്ലേ. ഈ ഗ്ലൂക്കോസിനൊക്കെ നമ്മുടെ ബോഡി സൂക്ഷിച്ച് വെക്കുന്നത് ഏത് രൂപത്തിലാണ്? ഗ്ലൈക്കോജൻ രൂപത്തിലാണ്. അങ്ങനെ ഗ്ലൈക്കോജൻ രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ലിവറിലും അതുപോലെ തന്നെ മസിൽസിലും എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഇനി ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രക്ടോസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? ലെവുലോസ്. ഫ്രക്ടോസ് എന്ന് വിളിക്കുന്നത് ഷുഗർ ഫ്രൂട്ട് ആണ്. അത് നമ്മുടെ ഹണി, നെക്ടറിലൊക്കെ എന്തായിരിക്കും? ഫ്രക്ടോസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വീറ്റ്നെസ് കൊടുക്കുക എന്നതാണ് ഫ്രക്ടോസിന്റെ ഫംഗ്ഷൻ. ഇനി നമുക്കറിയാം ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് പറയുന്നത് ബെനഡിക്ട് റിയേജന്റ് ഒഴിക്കുക അല്ലെങ്കിൽ ഫെല്ലിംഗ് ടെസ്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ യെല്ലോ കളർ മുതൽ ബ്രിക്ക് റെഡ് കളർ വരെ ഫോം ചെയ്യുക എന്നുള്ളത് കേട്ടോ. അതാണ് നമ്മുടെ ഷുഗറിന്റെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. ബെനഡിക്ട് ടെസ്റ്റ് അതല്ലെങ്കിൽ ഫെല്ലിംഗ് ടെസ്റ്റ് രണ്ടും ഉപയോഗിക്കാറുണ്ട് എന്ത്? ഷുഗറിന്റെ കൺഫർമേഷൻ വേണ്ടിയിട്ട്. ഇനി നമുക്കറിയാം മിൽക്കിൽ കാണുന്ന ഷുഗറാണ് ലാക്ടോസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗാലക്ടോസ് എന്ന് പറയുന്നത് എവിടെ കാണുന്നതാണ്? നമ്മുടെ മിൽക്കിൽ കാണുന്നതാണ് എന്ത്? ഗാലക്ടോസ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ അഗാറില്ലേ, അഗാറിലും എന്ത് കാണാറുണ്ട്? ഗാലക്ടോസ് റിച്ച് ആണ് നമ്മളുടെ അഗാർ എന്ന് പറയുന്നത്. പിന്നെ മാനോസ് എന്ന് പറയുന്നത് പ്ലാന്റിന്റെ പോളിസാക്രൈഡ്സിൽ
കാണുന്ന ഒരു ഗ്രൂപ്പാണിത് മാനോസ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡ് സീറത്തിലും ഗ്ലോബുലിനും ഒക്കെ എന്തുണ്ട്, ബ്ലഡ് സീറം, ഗ്ലോബുലിൻ, എഗ് പ്രോട്ടീൻസിൽ അവിടെയൊക്കെ എന്ത് കാണാൻ നമുക്ക് മാനോസ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മോണോസാക്കറൈഡ്സിന് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഗ്ലൂക്കോസും ഫ്രക്ടോസും മാനോസും ഗാലക്ടോസും അതുപോലെ തന്നെ റൈബോസും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ആണ്. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ ആയിട്ടുള്ള മോളിക്യൂളാണ്. ഓക്കെ, ഇപ്പോൾ 6 കാർബൺ മോളിക്യൂളോടെ കാണാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, 5 കാർബൺ ഉള്ള നമ്മളുടെ റൈബോസിന്റെ സ്ട്രക്ചർ ആണ്. അതായത് നമുക്കറിയാം ഡിയോക്സി റൈബോയും അത് റൈബോസ് ഷുഗർ എന്ന് പറയുന്നത് അല്ലേ. ഡിയോക്സി റൈബോസ് ഷുഗർ എവിടെയൊക്കെയാണ്, DNA-ലും റൈബോസ് ഷുഗർ എന്ന് പറയുന്നത് RNA-ലുമാണ്. അപ്പോൾ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആണ് ഇത് ഈ റൈബോസ് എന്ന് പറയുന്നത്. ഇനി ഇതിന് മുന്നൊരു പോർഷൻ ഉണ്ട്, ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞ പോർഷൻ. ഈ ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം 2 ഷുഗർ മോളിക്യൂളുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെ, ഷുഗർ മോളിക്യൂൾസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളും വേറൊരു ഗ്ലൂക്കോസ് മോളിക്യൂളും, അല്ലെങ്കിൽ ഒരു ഫ്രക്ടോസും വേറൊരു ഫ്രക്ടോസും, അവർ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ കാണുന്ന ബോണ്ട് ഉണ്ട്. ആ ബോണ്ടാണ് എന്ത്, ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അവരുടെ ഇടയിൽ കാണുന്ന ബോണ്ടാണ് എന്ത്, ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പോൾ ആ ബോണ്ട് എന്ത് ചെയ്യാണ്, കുറച്ച് സ്ട്രെങ്ത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് ആണ് എന്ത്, മാൾട്ടോസ്. 2 ഗ്ലൂക്കോസ് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്തു, മാൾട്ടോസ് ഫോം ചെയ്തു അല്ലെ. അപ്പോൾ അതിനിടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആയിരിക്കും. അപ്പോൾ അത് ഡൈസാക്കറൈഡ്സ് ആയി അല്ലെ. 2 മോണോസാക്കറൈഡ്സ് കൂടി ചേർന്നാൽ എന്തായി, ഡൈസാക്കറൈഡ്സ് ആയി മാറി. അത് ഡൈ എന്ന് പറയുന്നത് പിന്നെ പോളി ആയി മാറും അല്ലെ, ഡൈ ട്രൈ പോളി അങ്ങനെയായിട്ട് മാറും. അപ്പോൾ അതൊക്കെ ഏത് ഗ്രൂപ്പിൽ പെടും, നമ്മുടെ ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് പെടുന്നത്. അപ്പോൾ നമ്മുടെ സുക്രോസ് നമുക്കറിയാം എന്താണ്, ഇത് സുക്രോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്കറൈഡ്. സുക്രോസ് നമുക്ക് കോമൺ ആയിട്ടുള്ള ഡൈസാക്കറൈഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, സുക്രോസ്, അതുപോലെ തന്നെ നമുക്ക് മാൾട്ടോസ്, ലാക്ടോസ്, സെല്ലോബയോസ്, ഇതൊക്കെ എന്താണ് നമ്മൾ കോമൺ ആയിട്ടുള്ള ഡൈസാക്കറൈഡുകളാണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടി ചേർന്നാൽ അവിടെ എന്തായി, സുക്രോസോടെ ഫോം ചെയ്യണം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സുക്രോസ് പറഞ്ഞു, ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് എന്ന് പറഞ്ഞു. മാൾട്ടോസ് പറഞ്ഞെങ്കിൽ 2 ഗ്ലൂക്കോസ് മെറ്റീരിയൽ ചേർന്നാ പറഞ്ഞു. ലാക്ടോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. ഇനി സെല്ലോബയോസ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അവിടെ ബീറ്റ ഡി ഗ്ലൂക്കോസ് കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞുള്ള മെറ്റീരിയലാണ് എന്ത്, സെല്ലോബയോസ് എന്ന് വിളിക്കുന്നത്, ബീറ്റ ഡി ഗ്ലൂക്കോസ്. അതുപോലെ തന്നെ റാഫിനോസ് എഴുതിയിട്ടുണ്ട്. ഡിസ്റ്റർ അവിടെ ശ്രദ്ധിക്കുകയും ലാസ്റ്റിൽ എഴുതിക്കുന്നത് റാഫിനോസ് എന്ന് പറയുന്നത് ഒരു ട്രൈസാക്കറൈഡ് ആണ്. ട്രൈസാക്കറൈഡ് എന്ന് പറയുന്നത് 3 മോണോസാക്കറൈഡ്സ് കൂടി ചേർന്നത്, ഗാലക്ടോസും ഗ്ലൂക്കോസും ഫ്രക്ടോസും, അങ്ങനെ 3 മോണോസാക്കറൈഡ്സ് കൂടി ചേർന്ന മെറ്റീരിയലാണ് എന്ത്, നമ്മളുടെ റാഫിനോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ട്രൈസാക്കറൈഡ്. ക്ലിയർ ആണോ? അപ്പോൾ മോണോസാക്കറൈഡ് പറഞ്ഞു നമ്മൾ, പിന്നെ എന്ത് പറഞ്ഞു, ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എന്ത് കാണാം, നമുക്ക് അവരുടെ ബോണ്ട് കാണാം, ഗ്ലൈക്കോസിഡിക് ആയിട്ടുള്ള ബോണ്ട് അവിടെ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യണത് ഹെറ്ററോസൈക്ലിക് റിംഗ് കോമ്പൗണ്ട്സ് ആണ്. ഹെറ്ററോസൈക്ലിക് റിംഗ് കോമ്പൗണ്ട്സ് നമുക്കറിയാം, റിംഗ് സ്ട്രക്ചർ നമുക്കറിയാം, ബെൻസീൻ റിംഗ് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കാണുന്ന ഹെറ്ററോസൈക്ലിക് ആയിട്ടുള്ള റിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞെങ്കിൽ അത് നൈട്രജൻ ബേസസ് ആണ്. നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, നമ്മുടെ DNA-ലും RNA-ലും കാണുന്ന നൈട്രജൻ ബേസസുകൾ അല്ലേ. അത് 2 തരത്തിലുണ്ട്, പിരമിഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്യൂറൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്യൂറൈൻസ്. പിരിമിഡിൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, യുറാസിലെ സൈറ്റോസിൻ, തൈമിൻ, അതാണ് എന്ത് നമ്മളുടെ പിരമിഡ് എന്ന് പറയുന്നത് അല്ലേ. പിരമിഡ് എന്ന് പറഞ്ഞെങ്കിൽ യുറാസിലെ സൈറ്റോസിൻ, തൈമിൻ. ഇനി പ്യൂറൈൻ എന്ന് പറഞ്ഞാൽ ഏതാണത്, അഡിനിനും ഗ്വാനിനും ചേർന്ന് കഴിഞ്ഞാലാണ് ഇത് പ്യൂറൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ കാണിച്ചു തരാം. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. ഇത് അഡിനിനും ഗ്വാനിനും എന്ന് പറഞ്ഞാൽ അത് പ്യൂറൈൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ 3 ചേർന്നാണ് നമ്മളുടെ പിരമിഡിൻസ് ആണ് അല്ലേ. പിരമിഡിൻ എന്ന് പറഞ്ഞെങ്കിൽ സിംഗിൾ റിംഗ് കോമ്പൗണ്ട് ആണ്. സിംഗിൾ റിംഗ് കോമ്പൗണ്ട്സ് ആണ് ഏത്, പിരമിഡ്. എന്നൊക്കെ സ്ട്രക്ചർ നോക്കി ഇവിടെ ഒറ്റ റിംഗ് അല്ലേ കാണാനുള്ളൂ, അതുകൊണ്ടാണ് ഇത് വിളിക്കുന്നത് നമ്മൾ അതിനെ സിംഗിൾ റിംഗ് കോമ്പൗണ്ട്സ് വിളിക്കുന്നത്. മാത്രമല്ല നൈട്രജന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 1-ലും അതുപോലെ തന്നെ 3-ലായിരിക്കും നൈട്രജന്റെ പൊസിഷൻ വിളിക്കുന്നത്. നൈട്രജന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 1-ലും അതുപോലെ തന്നെ 3-ലും ആയിരിക്കും എന്ത്, നൈട്രജന്റെ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പ്യൂറൈൻ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഏതാ വരിക, അഡിനിനും ഗ്വാനിനും. അവിടെ എന്ത് കാണാം, നമുക്ക് ഡബിൾ റിംഗ് കോമ്പൗണ്ട്സ് ആയിട്ട് കാണാം. ഡബിൾ റിംഗ് കോമ്പൗണ്ട് കാണുന്നതാണ് എന്ത്, അഡിനിൻ ഗ്വാനിൻ എന്ന് പറയുന്നത്. സിംഗിൾ റിംഗ് കോമ്പൗണ്ട് ആണ് ഏതൊക്കെ നമ്മളുടെ പിരമിഡ് എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും തമ്മിൽ ഡിഫറൻസ് എന്താ,
A nucleoside is formed when a nitrogen base contains with pentose sugar. നൈട്രജൻ ബേസും ഷുഗറും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നൈട്രജൻ ബേസും ആരും കൂടി ചേർന്ന് കഴിയുക ഷുഗറും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ പേരാണ് എന്ത് വരുന്നത് ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഒരു ഫോസ്ഫറസ് ഗ്രൂപ്പും കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് അതെന്തായി മാറുന്നത് ന്യൂക്ലിയോടൈഡ്സ് ആയി മാറുന്നത്. അപ്പൊ ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോസൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ഷുഗർ പ്ലസ് എന്താണ് ഷുഗർ പ്ലസ് ബേസ് ആണ്. ഓക്കെ, ആ നൈട്രജൻ ബേസ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് നൈട്രജൻ ബേസ് അറ്റാച്ച് ടു ദ ഫസ്റ്റ് കാർബൺ ഓഫ് ദ ഷുഗറിന്റെ ഫസ്റ്റ് കാർബണിലാണ് ആര് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് നൈട്രജൻ ബേസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഫസ്റ്റ് കാർബൺ ഓഫ് ദ ഷുഗറിലാണ്. ഓക്കെ, ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്തായി ടൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തും കൂടെ കൂടാണ് നൈട്രജൻ ബേസും ഉണ്ട് അതുപോലെ ന്യൂക്ലിയോസൈഡിന്റെ കൂടെ എന്തും കൂടെ ചേരുകയാണ് ഫോസ്ഫോറിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായി ന്യൂക്ലിയോടൈഡ്സ് ആയി മാറി. നമുക്കറിയാം ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുകയാണെങ്കിൽ അത് DNA RNA ഒക്കെ അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം നമ്മളെ ജെനറ്റിക്സ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി അല്ലെങ്കിൽ വേരിയേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളെ ന്യൂക്ലിയോടൈഡ്സ് ആണ് അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ കൂടി ചേർന്ന് ന്യൂക്ലിയോസൈഡിനോട് കൂടി ചേർന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒന്ന് ആഡ് ചെയ്യാൻ അല്ലേ അത് AMP രൂപത്തിലാവാം അല്ലെങ്കിൽ കോഎൻസൈം എയുടെ രൂപത്തിൽ NAD രൂപത്തിൽ NADP രൂപത്തിൽ FAD ATP ഏതെങ്കിലും രൂപത്തിലായിരിക്കും വന്നിട്ട് ആര് അറ്റാച്ച് ചെയ്യേണ്ടാവുക നമ്മളുടെ ഫോസ്ഫോറിക് ഗ്രൂപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്യേണ്ടാവുക. So here I am winding up my motion to here we discussed about biomolecules. Hope all you can understand these points. Thank you.